പോലീസ് നടപടി വൈകിയതോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അയച്ച സന്ദേശമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ അതിവേഗ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള കാരണം. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്നും അതിജീവിതയുടെ ജീവന് ഭീഷണിയുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാവേലിക്കര ജയിലിലേക്ക് മാറ്റി. അതിക്രൂരമായ ലൈംഗിക അതിക്രമത്തിനും സാമ്പത്തിക ചൂഷണത്തിനും ശേഷം നടന്ന അധിക്ഷേപം കൂടിയായപ്പോൾ ഭീകരമായ മാനസിക ആഘാതത്തിലേക്ക് എറിയപ്പെട്ട അതിജീവിത നീതി പ്രതീക്ഷിച്ചത് പോലീസിൽ നിന്ന് മാത്രമായിരുന്നു. അവളുടെ നീറുന്ന തുറന്നുപറച്ചിലുകൾക്ക് ശേഷവും നീതി വൈകുന്നുവെന്ന തോന്നൽ അവളെ വീണ്ടും ദുഃഖത്തിന്റെ പടുകുഴിയിലാക്കി. അത് താങ്ങാൻ കഴിയാത്ത ഘട്ടമെത്തിയതോടെയാണ് കഴിഞ്ഞ ദിവസം അവൾ മുഖ്യമന്ത്രിക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ശബ്ദ സന്ദേശം അയച്ചത്. അതിജീവിതയുടെ ശബ്ദ സന്ദേശം കേട്ടതോടെ മുഖ്യമന്ത്രി നടത്തിയത് അസാധാരണമായ ഇടപെടൽ. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ തെളിവുകളേറെയുള്ള 3ാം പരാതിയിൽ പോലീസ് സംഘത്തിന്റെ അതിവേഗ ഇടപെടലാണ് പിന്നീടുണ്ടായത്. 164 മൊഴി രേഖപ്പെടുത്തിയ ശേഷം അറസ്റ്റ് ചെയ്യാമെന്ന ആദ്യ തീരുമാനം തിരുത്തി അതിവേഗ അറസ്റ്റിലേക്ക്. അറസ്റ്റ് നോട്ടിലും റിമാൻഡ് റിപ്പോർട്ടിലും അതിഗുരുതരമായ പരാമർശമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഉള്ളത്. അതിജീവിതയുടെ ജീവന് ഭീഷണിയുണ്ടെന്നും പ്രതി സൈബർ അറ്റാക്ക് നടത്തി മാനസിക സമ്മർദ്ദത്തിലാക്കുമെന്നും അറസ്റ്റ് റിപ്പോർട്ടിൽ അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നു. പ്രതി സ്ഥിരം കുറ്റവാളിയാണെന്നും പുറത്തിറങ്ങിയാൽ അതിജീവിതമാരെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പ്രതി MLA ആയതിനാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. മുൻപ് പരാതികൾ നൽകിയ അതിജീവിതമാരെ സൈബർ അധിക്ഷേപത്തിലൂടെ അപമാനിച്ചതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ചൂണ്ടിക്കാണിച്ചു. വിവാഹം കഴിക്കാമെന്ന് പ്രലോഭിപ്പിച്ച് തിരുവല്ലയിലെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ബലാത്സംഗത്തിനും ശാരീരിക മാനസിക പീഡനത്തിനും പുറമെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ അന്വേഷണ സംഘം ചുമത്തിയിട്ടുള്ളത്. ഇന്നലെ അർദ്ധരാത്രി അറസ്റ്റിലായ മാങ്കൂട്ടത്തിലിനെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് പത്തനംതിട്ട ജില്ലാ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ശേഷം രാഹുലിനെ മാവേലിക്കര പ്രത്യേക ജയിലിലേക്ക് മാറ്റി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.